Good morning, students. Assalamu alaikum. Today we are moving to our second module from Islamic banking theory and practice. The second module is consist with the financial techniques applied in the Islamic banks, source of funds, use of funds, difference with the conventional banking operations, etc. There are so many topics coming under this paper, and this is a big module we have to complete. And we are starting from the financial techniques used in the Islamic banks. The financial techniques, as we know, we are already discussed so many of the techniques such as mudaraba, musharaka, ijara, and the sale based, lease based, etc. So many things we are discussed already, and here we are mostly looking for the common practices made in the Islamic banks in this new modern banking system. So the common practices of the Islamic bank in the source of funds described as current accounts, savings deposits, investment deposits, joint or general investment accounts, limited period investment deposits, unlimited period investment deposits, specified investment deposits. So these are the common techniques used or the common practices used in the Islamic banks. So we are starting, I have to explain so much about this. So we are starting from the current accounts. We know all Islamic banks operate the current accounts on behalf of their clients, individuals and the business firms. These accounts are operated for the safe custody of deposits and for the convenience of the customers. സോ എല്ലാ ഇസ്ലാമിക് ബാങ്കുകളും എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വ്യക്തികൾക്കായാലും കമ്പനികൾക്കായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അക്കൗണ്ട്സുകൾ എല്ലാ ഇസ്ലാമിക് ബാങ്കുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് കസ്റ്റമേഴ്സിൻ്റെ ഫണ്ടിൻ്റെ സേഫ് കസ്റ്റഡിക്ക് അതുപോലെ തന്നെ അവരുടെ ഒരു കൺവീനിയൻസിനും വേണ്ടിയിട്ടാണ് ഇസ്ലാമിക് ബാങ്ക്സ് ഇത് ചെയ്തു കൊടുക്കുന്നത്. And there is a little difference between the conventional bank and the Islamic banks as far as the operation of the current account is concerned. കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ കൺസേൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇസ്ലാമിക് ബാങ്കും അതുപോലെ തന്നെ കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റവും തമ്മിൽ ഒരുപാട് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. However, the main characteristics undercoming the Islamic banks are: the first one, current accounts govern what is commonly known as deposits or demand deposits. അതായത് ഡെപ്പോസിറ്റ്സോ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സോ ആയിട്ട് കോമൺലി നമുക്കറിയുന്ന ഈ കാര്യങ്ങളാണ് കറണ്ട് അക്കൗണ്ടുകൾ ഗവേൺ ചെയ്യുന്നത്. ദീസ് അക്കൗണ്ട്സ് ക്യാൻ ബി ഓപ്പൺഡ് എയ്തർ ബൈ ഇൻഡിവിജ്വൽ ഓർ ദ കമ്പനീസ് ഇൻ ഡൊമസ്റ്റിക് കറൻസി ഓർ ഫോറിൻ കറൻസി. ഇഫ് ദ ബാങ്ക് ഈസ് അലൗഡ് ടു ഓപ്പറേറ്റ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് and the holding of current balance in foreign currency is legal under the law of land. അതായത് ഇത്തരം കറണ്ട് അക്കൗണ്ടുകളിൽ ഫസ്റ്റ് പറയുന്നത് ഇത് ഏതൊരു ഇൻഡിവിജ്വലിനും അതുപോലെ ഏതൊരു കമ്പനിക്കും ഓപ്പൺ ചെയ്യാം. അത് സ്വന്തം രാജ്യത്തെ കറൻസിയിലായാലും പുറം രാജ്യങ്ങളിലുള്ള കറൻസിയിലായാലും ഇത് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇഫ് ദ ബാങ്ക് ഈസ് അലൗഡ് ടു ഓപ്പറേറ്റ് ഇൻ ദ ഫോറിൻ, അതായത് ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൽ ബാങ്ക് അലൗ ചെയ്യുകയാണെങ്കിൽ തന്നെ the holding of current balance in foreign currency is legal. അതായത് പുറത്തെ രാജ്യത്തിലെ ഒരു പൈസയിൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ആ ഒരു പൈസ ആ ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതിനും അണ്ടർ ദ ലോ അതെന്താണ് അലൗഡ് ആണ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ദ ബാങ്ക് ഗ്യാരണ്ടീസ് ദ ഫുൾ റിട്ടേൺ ഓഫ് ദീസ് ഡെപ്പോസിറ്റ്സ് ഓൺ ഡിമാൻഡ് ആൻഡ് ദ ഡെപ്പോസിറ്റർ ഈസ് നോട്ട് പെയ്ഡ് എനി ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് ഓർ എ റിട്ടേൺ ഇൻ എനി അതർ ഫോം. അതായത് ഇതിൽ ബാങ്ക് എല്ലാ തരത്തിലുള്ള ഗ്യാരണ്ടിയും കൊടുക്കുന്നത്, അതായത് ദ ഫുൾ എമൗണ്ട് റിട്ടേൺ, അതായത് തന്നിട്ടുള്ള ഡെപ്പോസിറ്റ്സിൻ്റെ ഫുൾ എമൗണ്ട് റിട്ടേൺ നൽകും എന്നുള്ള കാര്യത്തിൽ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ ഡെപ്പോസിറ്റർ, അതായത് ഡെപ്പോസിറ്റർ നമ്മൾ പൈസ നിക്ഷേപിക്കുന്ന വ്യക്തി ഈസ് നോട്ട് പെയ്ഡ് എനി ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് ഓർ എ റിട്ടേൺ ഇൻ എനി അതർ ഫോം. അതായത് അതിൽ നിന്നൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. സോ കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള മണി ബാങ്ക് ഫുൾ എമൗണ്ട് റീപേയ്മെൻറ്റ് തിരിച്ചു നൽകുമെന്നുള്ള കാര്യത്തിൽ ഫുൾ ഗ്യാരണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സ് ഓതറൈസ് ടു ദ ബാങ്ക് ടു യൂട്ടിലൈസ് ദ ഫണ്ട്സ് അറ്റ് ദ ബാങ്ക്സ് ഓൺ റിസ്ക്.
അതായത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓരോ ഡെപ്പോസിറ്റേഴ്സും അതാത് ബാങ്കുകളിലെ ഓതറൈസ് ചെയ്യാണ് എന്ത് ഇവരുടെ ക്യാഷ് യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഓൺ റിസ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫുൾ ഓതറൈസേഷൻ ഡെപ്പോസിറ്റേഴ്സ് ബാങ്കിന് കൊടുക്കുകയാണ്. ഹെൻസ് ഇഫ് ദർ എനി പ്രോഫിറ്റ് റിസൾട്ടിങ് ഫ്രം ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദിസ് ഫണ്ട് it occurs to the bank, and if there any loss it also earned by the bank. ഇവിടെ എങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബാങ്ക് ആ ഒരു ഫണ്ട് എടുത്തിട്ട് എവിടെയെങ്കിലും എംപ്ലോയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ബോൺ ബൈ ബാങ്ക് ആയിരിക്കും. സോ നമ്മളിവിടെ ഒരു ഡെപ്പോസിറ്റർ ഒരു എമൗണ്ട് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് നമുക്കൊരു ആവശ്യമുള്ള ടൈമിൽ ഓൺ ഡിമാൻഡിൻ്റെ ടൈമിൽ നമുക്ക് ബാങ്ക് തിരിച്ചു തരും. സോ ഇത്തരം ടൈമിൽ അവിടെ നമ്മളുടെ ക്യാഷ് ഇരിക്കുന്നതോട് സോ ബാങ്കിന് ഈ ഒരു ക്യാഷ് എടുത്തിട്ട് നമ്മളതിൻ്റെ ഓതറൈസേഷൻ കൊടുക്കും. ഈ ക്യാഷ് എടുത്തിട്ട് എവിടെ വേണമെങ്കിലും അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ എംപ്ലോയ്മെൻറ്റ് നടത്താനുള്ള ഓതറൈസേഷൻ ഓരോ ഡെപ്പോസിറ്റേഴ്സും ബാങ്കിന് കൊടുക്കും. സോ ബാങ്ക് തീർത്ത് ഡെപ്പോസിറ്റ്സ് നടത്തിയിട്ട് എന്ത് ബിസിനസ് ചെയ്തിട്ട് നഷ്ടമായാലും ലോസ് ആയാലും ലാഭമായാലും ബാങ്ക് ആയിരിക്കും അത് ബോൺ ചെയ്യുക. ഒരിക്കലും ഈ ഒരു ഡെപ്പോസിറ്റർക്ക് ബാങ്ക് അത് കൊടുക്കണമെന്നില്ല. ഇൻ സം എക്സ്റ്റെൻറ്റ് സം ബാങ്ക്സ് ആർ ഗിവൺ സം ഹിബ, അതായത് ചില ഗിഫ്റ്റുകൾ ചിലപ്പം കൊടുക്കാം, ബട്ട് അതും കൊടുക്കണമെന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ലോ. ദർ ഈസ് നോ കണ്ടീഷൻ വിത്ത് റിഗാർഡഡ് ടു ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് വിത്ഡ്രോവൽസ്. അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും വിത്ഡ്രോവൽ ചെയ്യുന്നതിനും ഒരു കണ്ടീഷൻസ്, അതായത് ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സച്ച് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു തരത്തിലുള്ള കണ്ടീഷൻസും കറണ്ട് അക്കൗണ്ടിന് ഇസ്ലാമിക് ബാങ്കുകളിൽ ഇല്ല. And usually account holders have a right to draw checks on their accounts. എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനും അവരുടെ ക്യാഷ് വിത്ഡ്രോവൽ ചെയ്യുന്നതിന് ചെക്ക്, ലീഫ് എന്നീ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക് ബാങ്ക്സ് കൊടുക്കും. There are two dominant views about the current accounts. One is to treat demand deposits as amana trust. The view is adopted by the Jordan Islamic Bank, which operates the trust account instead of a current account. A trust deposit is defined by the Jordan Islamic Bank as a cash deposit received by the bank where the bank is authorized to use the deposit at its own risk and responsibility in respect to the profit or loss, and which are not subject to any conditions of withdrawals of the depositing. So the Islamic Bank from the Jordan, അവരുടെ കൺസെപ്റ്റിൽ അവരുടെ വ്യൂ ഓഫ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ അമാന ഓർ ദ ട്രസ്റ്റ്. സോ ജോർദാൻ ഇസ്ലാമിക് ബാങ്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രസ്റ്റ് അക്കൗണ്ട്. അതായത് ഒരു ട്രസ്റ്റ് ഡെപ്പോസിറ്റ് റിസീവ്ഡ്, അതായത് ബാങ്കിന് ഒരു ഡെപ്പോസിറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സോ പിന്നെ ബാങ്കിന് എല്ലാ ഓതറൈസേഷനും ഉണ്ട് ഇതിൻ്റെ ഓൺ റിസ്കിൽ ഈ ഫണ്ട് യൂസ് ചെയ്യുന്നതിനും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനും കാര്യങ്ങൾക്കും. സോ അറ്റ് ദ ടൈം ഓഫ് വിത്ഡ്രോവൽസ്, അതായത് ഒരു ടൈമിൽ വിത്ഡ്രോവൽ ആ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റിസ്ക്കും ബാങ്ക് തന്നെ സഹിച്ചുകൊണ്ട് കറക്റ്റ് എക്സാക്റ്റ് എമൗണ്ട് എന്താണോ അത് ബാങ്ക് തിരിച്ച് റീപേയ്മെൻറ്റ് കൊടുക്കും. സോ അവിടെ അവരുണ്ടാക്കിയിട്ടുള്ള ഗെയിനോ ലോസോ ഒന്നും ഈ ഒരു ഡെപ്പോസിറ്റർക്ക് ലഭിക്കുന്നതല്ല. സോ ദീസ് ഡെപ്പോസിറ്റ്സ് ആർ ഹാൻഡഡ് ഓവർ to the bank by the depositors as a trust, and the bank does not have the authority to use them without first obtaining the specific permission of the owner of the funds. സോ അതുകൊണ്ട് ഇവിടെ ഒരു അതായത് ഒരു ട്രസ്റ്റിഷിപ്പാണ്. സോ ഞാൻ എൻ്റെ ഒരു ഡെപ്പോസിറ്റ് നമ്മളുടെ ഒരു ബാങ്കിൽ ഇസ്ലാമിക് ബാങ്കിൽ കൊടുക്കുമ്പോൾ സോ അതിൻ്റെ ഓതറൈസേഷൻ അവർക്ക് എടുക്കുന്നതിനുള്ള പെർമിഷൻ അവർ ആദ്യം ചോദിക്കണം എന്നോട്. സോ എൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ എൻ്റെ ഫണ്ട് വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. And the other view is to treat demand deposits as a Qarlul Hasan interest-free loan. This view has been adopted by the Iranian Islamic banks, which call the current accounts are the Qarl Hasan current account. According to this view, money deposited in these accounts is benevolent or interest-free loan from the depositor to the bank. The bank is free to utilize these funds at its own risk without any return to the depositor and without needing any authorization because it's case of Qarlul Hasan. അതായത് ഇറാനിയൻ ബാങ്കുകൾ ഇത്തരത്തിലുള്ള കറണ്ട് ഡെപ്പോസിറ്റ്സിനെ അവർ കാണുന്നത് കർളുൽ ഹസൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആയിട്ടാണ് കാണുന്നത്. സോ ഒരു ഡെപ്പോസിറ്റർ ബാങ്കിന് കൊടുക്കുന്ന കർളുൽ ഹസൻ അല്ലെങ്കിൽ അതൊരു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണ് എന്ത് ഈ ഫണ്ട്. സോ ബാങ്കിന് എല്ലാ തരത്തിലുള്ള ഫ്രീഡം ഉണ്ട് ഈ ഫണ്ട് യൂസ് ചെയ്യാൻ. സോ അവരിത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന
എല്ലാ പ്രോഫിറ്റും ഇനി നഷ്ടമായാലും അവരുടെ റിസ്കിലായിരിക്കും. സോ റീപേയ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും. ഒരു ഡെപ്പോസിറ്റർ ഡിമാൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഫണ്ട് തിരിച്ചു നൽകാൻ ബാങ്ക് ബാധ്യസ്ഥയാണ്. പക്ഷേ അവർക്ക് അവരുടെ ഫ്രീഡം ഉണ്ട് ഈ ഫണ്ട് യൂസ് ചെയ്യാൻ. ഞാൻ ഇതിൻ്റെ മുമ്പേ നമ്മൾ പറഞ്ഞ ജോർദാൻ ഇസ്ലാമിക് ബാങ്കിൻ്റെ കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രസ്റ്റിഷിപ്പാണ്. സോ അവിടെ അങ്ങനെ ആ ഒരു ഡെപ്പോസിറ്റിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ ആ ഫണ്ട് ബാങ്കിന് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. And the debtor does not need the specific permission of the creditor to use the borrowed funds. So the debtor won't owes the creditor only the principal amount borrowed. This condition is fulfilled, the amount deposited in the accounts is fully withdrawn by the bank. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഇറാനിയൻ ബാങ്കിൽ അവർ ഒരു ഡെപ്പോസിറ്റർ അവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ള ഫണ്ടിൻ്റെ എക്സാക്റ്റ് എമൗണ്ട് എത്രയോ അതിന് മാത്രമായിരിക്കും ഈ ബാങ്ക് ഓതറൈസേഷൻ ഉണ്ടാവുക. സോ ഈ ഒരു ഓതറൈസേഷൻ എന്ന് പറയുന്നത് ആ ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനോ അല്ലെങ്കിൽ അതുവഴി വരുന്ന ലോസിനോ ഡെപ്പോസിറ്റർ ഒരിക്കലും ബാധ്യസ്ഥനല്ല എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് ടെക്നിക്കായിട്ടുള്ള കറണ്ട് അക്കൗണ്ട്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു സ്റ്റുഡൻസ്. ബാക്കിയുള്ള ഫൈനാൻഷ്യൽ ടെക്നിക്കുകൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. സോ എല്ലാതും വളരെ നമുക്ക് കൃത്യതയോടുകൂടി പഠിക്കാനുണ്ട്. സോ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ഇതെല്ലാം.